നമ്മുടെ കുട്ടികളുടെ ഹൃദയ സംരക്ഷണത്തിനായി സ്കൂളുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് കുട്ടികളിൽ അമിതവണ്ണം 5 ഇരട്ടി കൂടിയിട്ടുണ്ട്. മാത്രമല്ല, മുമ്പ് പ്രായമുള്ളവർക്ക് വന്നിരുന്ന പ്രമേഹത്തിന്റെ പല അവസ്ഥകളും ഇപ്പോൾ കുട്ടികളിൽ തന്നെ തുടങ്ങുന്നുണ്ട്. അതിറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഹൃദയ ബ്ലോക്കിന്റെ സ്റ്റാർട്ടിങ് അതും ചെറുപ്രായത്തിൽ തുടങ്ങുന്നുണ്ട്. നമ്മുടെ എല്ലാം കുട്ടികളുടെ ഹൃദയാരോഗ്യത്തിനായിട്ട് സ്കൂളുകൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒരു ടീച്ചർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ കുട്ടികൾക്ക് നമുക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താവുന്ന ടിപ്പുകൾ ഇന്ന് നമുക്ക് നോക്കാം. പഠനങ്ങൾ കാണിക്കുന്നത് ചെറുപ്രായത്തിൽ തുടങ്ങുന്ന ചിട്ടകളും ഹാബിറ്റുകളും കുട്ടികൾ വലുതാവുമ്പോൾ നിലനിൽക്കും എന്നുള്ളതാണ്. ചെറുപ്രായത്തിൽ എക്സസൈസ് തുടങ്ങുകയാണെങ്കിൽ അവരത് നിലനിർത്തും. പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിലനിർത്തും. ഇതിൽ ഒന്നാമത്തെ കാര്യം കുട്ടികളോട് പറയേണ്ടത് രാവിലെ തന്നെ എണീറ്റ ഉടനെ ദേഹം ഇളകുന്ന ഒരു പതിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഒരു പതിവ് ആ ഒരു മുഴുവൻ ദിവസത്തേക്കുള്ള ഒരു മെറ്റബോളിക് ടോൺ സെറ്റാക്കുകയാണ്. ഇതിനായിട്ട് കുട്ടികളോട് പറയേണ്ടത് നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു മസിലാണ്. എല്ലായ്പ്പോഴും ഉപയോഗിച്ചാൽ മാത്രമേ മസിൽസ് സ്ട്രോങ് ആവുള്ളൂ. നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മസിൽ വീക്ക് ആവും. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ശരീരം ഇളകുന്ന ആക്ടിവിറ്റീസ് രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനും ബ്രെയിനും അത് നല്ലൊരു ഉന്മേഷം നൽകും. ചെറിയ കുട്ടികളെ ഒരു 15 മിനിറ്റ് ശരീരം ഇളകാനായിട്ട് നമ്മൾ രാവിലെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. വലിയ കുട്ടികളാണെങ്കിൽ 20 മുതൽ 30 മിനിറ്റ് വരെ വേണം. സ്കൂളുകളിൽ വേണമെങ്കിൽ നമുക്ക് ബിഫോർ സ്കൂൾ മൂവ്മെന്റ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നോ യുവർ ബോഡി. അവരുടെ ശരീരത്തെക്കുറിച്ച് അവർ അറിഞ്ഞിരിക്കണം. അവരുടെ വണ്ണം, തൂക്കം, ഉയരം, അരവണ്ണം, പറ്റുമെങ്കിൽ പൾസ് സ്വയം നോക്കാനും അവർ പഠിപ്പിക്കണം. നമുക്ക് അവരോട് പറയാം, നിങ്ങളുടെ പൾസ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം സ്ട്രോങ് ആണോ എഫിഷ്യന്റ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നതാണ്. സ്ഥിരമായിട്ട് കുട്ടികളായി നിങ്ങൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് സ്ട്രോങ് ആവും. അത് പൾസ് നോക്കി നമുക്ക് സ്വയം മനസ്സിലാക്കാം. രക്ഷിതാക്കൾക്കും ടീച്ചർമാർക്കും കുട്ടികളുടെ പൾസ് നോക്കുന്ന ക്ലാസ് എടുത്തു കൊടുക്കാൻ സാധിക്കും. വെറുതെ ഇരിക്കുന്ന സമയത്തും കളിച്ചതിന് ശേഷവും പൾസിൽ വരുന്ന മാറ്റങ്ങൾ സ്കൂളുകളിൽ പ്രായോഗികമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ അരവണ്ണം കൂടുന്നത്, വെയിറ്റ് കൂടുന്നത് എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, തടയാം, ഇതെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തേത് വെള്ളം കുടിക്കുന്നത് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് കുട്ടികളോട് പറയാം, നിങ്ങളുടെ ശരീരത്തിന്റെ 60% വെള്ളമാണ്. ഹൃദയത്തിന്റെ പമ്പിങ്ങിനും തലച്ചോറിന്റെ പ്രവർത്തനത്തിനും വെള്ളം വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, മധുരമുള്ള ജ്യൂസുകളും പെപ്സി, കൊക്കോകോള, 7up തുടങ്ങിയ ഡ്രിങ്കുകൾ ശരീരത്തിനെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുകയാണ്. രക്തധമനികളെ കേടുവരുത്താണ്. അത് ഒഴിവാക്കണം. അത് കഴിച്ചാൽ നിങ്ങളുടെ വണ്ണം കൂടുകയാണ്. ഫാറ്റി ലിവർ നിങ്ങൾക്ക് വരും. സ്കൂളിൽ ഇതുപോലുള്ള ഡ്രിങ്ക്സുകൾ കൊടുക്കുന്ന കഫറ്റീരിയകൾ, ഷോപ്പുകൾ എല്ലാം ഒഴിവാക്കണം. ടെൻഷനും സ്ട്രെസ്സും കുട്ടികൾക്ക് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരോട് പറയാം, നമ്മൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനും ബിപിക്കൊന്നും അത് നല്ലതല്ല. സ്ട്രെസ് ഹോർമോൺ കൂടും. എന്തെങ്കിലും രീതിയിലുള്ള ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ ടീച്ചറോടോ മാതാപിതാക്കളോടോ അത് തുറന്ന് ഷെയർ ചെയ്യുക. സ്കൂളുകളിൽ ടെൻഷൻ കുറക്കാനുള്ള മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സർസൈസ് ഇതൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. നാലാമതായിട്ട് ഭക്ഷണത്തിലെ ചില ഹൈജീനുകളും ചിട്ടകളും പഠിപ്പിക്കുക, കുക്കിംഗ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു ഫാമിലി ടൈമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ആ സമയത്ത് സ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക, ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിക്കുക. അതുപോലെ 7 വയസ്സിന് മുമ്പ് തന്നെ കുട്ടികളെ കൊണ്ട് പച്ചക്കറികൾ കഴുകുന്ന ശീലം ഉണ്ടാക്കുക, തീന്മേശ സെറ്റാക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുക. കുറച്ചുകൂടി പ്രായമാകുമ്പോൾ ചെറിയ രീതിയിലുള്ള കുക്കിംഗ്, മുട്ട പൊരിക്കുന്നതൊക്കെ പോലെ അവരെ പഠിപ്പിക്കുക. ഒരു 13 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഫുൾ കുക്കിംഗ് അവർ ശീലമാക്കണം. അഞ്ചാമത്തെ ശീലം ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികളോട് പറയാം, ഉറക്കത്തിന്റെ സമയത്താണ് ഹാർട്ട് റെസ്റ്റ് എടുക്കുന്നത്, ബോഡി റിപ്പയർ ചെയ്യുന്നത്, ബ്രെയിൻ ക്ലീൻ ചെയ്യുന്നത്. പഠനങ്ങൾ കാണിക്കുന്നത് 73% ടീനേജ് കുട്ടികൾക്കും വേണ്ട രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിനായിട്ട് പാരന്റ്സ് കൃത്യമായ ഒരു ഉറക്കത്തിന്റെ ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് സ്ക്രീനും TV ഒക്കെ ഒഴിവാക്കുക. സ്കൂളിലാണെങ്കിലും സ്ലീപ്പ് ഹൈജീനെ കുറിച്ച് ഹെൽത്ത് ക്ലാസ്സുകൾ എടുക്കുക. നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, സോഷ്യൽ കണക്ഷൻ, ഇതൊക്കെ സ്കൂളിൽ വെച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കണം.